പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഇറാൻ മേഖലയിൽ പുകയുന്ന യുദ്ധസമാനമായ അന്തരീക്ഷം. ഈ യുദ്ധം നടക്കുന്നത് ഒരുപക്ഷെ ആയിരക്കണക്കിന് മൈൽ അപ്പുറത്തായിരിക്കാം. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് നമ്മളെപ്പോലെ വികസ്വര രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കപ്പെടുന്ന ആഫ്രിക്കൻ, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ്. ദി വയർ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സംഘർഷം വെറും ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ അടുക്കളയെയും ജീവിതത്തെയും ബാധിക്കുന്ന സാമ്പത്തിക ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ കാതൽ ഊർജ്ജമാണ്. ലോകത്തിലെ മൊത്തം എണ്ണയുടെ 20% ദ്രവീകൃത പ്രകൃതിവാതകത്തിൻ്റെ വലിയൊരു പങ്കും കടന്നുപോകുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്ന ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ്. സംഘർഷം മൂലം ഈ പാത ഏതാണ്ട് അടഞ്ഞുകിടക്കുകയാണ്. ഇതിൻ്റെ ഫലം എന്താണെന്ന് നോക്കൂ. വിലക്കയറ്റം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബാരലിന് $70 ആയിരുന്ന ക്രൂഡ് ഓയിൽ വില വെറും 4 ആഴ്ച കൊണ്ട് $110 മുകളിലെത്തി. അതായത് 55% വർധനവ്. LPG ക്ഷാമം. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ ഗുരുതരമാണ്. ഇന്ത്യയുടെ പാചകവാതക ഇറക്കുമതിയുടെ 60% വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. അസമിലും ഡൽഹിയിലും ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന സാധാരണക്കാരുടെ ചിത്രം നാം കണ്ടു. പാചകവാതകം കിട്ടാതാകുകയും വില കുതിച്ചുയരുകയും ചെയ്യുമ്പോൾ അത് നേരിട്ട് ബാധിക്കുന്നത് സാധാരണക്കാരായ കുടുംബങ്ങളെയാണ്. എണ്ണവില കൂടുമ്പോൾ അത് എണ്ണയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ചരക്ക് നീക്കത്തിനുള്ള ചിലവ് വർദ്ധിക്കുന്നതോടെ പച്ചക്കറി മുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വില കൂടും. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ പണപ്പെരുപ്പവും കടക്കിണിയും നേരിടുന്നവരാണ്. ഈ സംഘർഷം അവരുടെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ തകർക്കുന്നു. ഫിലിപ്പീൻസിലും വിയറ്റ്നാമിലും ഇന്ധനം ലഭിക്കാൻ വേണ്ടി വർക്ക് ഫ്രം ഹോം രീതികളും 4 ദിവസത്തെ പ്രവൃത്തി ആഴ്ചകളും സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു. ഇത് കാണിക്കുന്നത് പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണെന്നാണ്. വാണിജ്യ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള മോർബി ടൈൽസ് വ്യവസായം ഇതിനോടകം തന്നെ പ്രതിസന്ധിയിലാണ്. 100 കണക്കിന് ഫാക്ടറികൾ ഗ്യാസ് ലഭ്യത കുറഞ്ഞത് കാരണം അടച്ചുപൂട്ടി. ഇത് ആയിരക്കണക്കിന് തൊഴിലാളികളെ തൊഴിലില്ലായ്മയിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടുന്നു. കോവിഡ് കാലത്തെ ലോക്ക്ഡൗണിന് സമാനമായ ഒരു അവസ്ഥയിലേക്കാണ് പല വ്യവസായ നഗരങ്ങളും നീങ്ങുന്നത്. ഗ്ലോബൽ സൗത്തിലെ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് ഈ യുദ്ധം ഒരു ഇരട്ട പ്രഹരമാണ്. യുദ്ധം പരിസ്ഥിതിക്കും വലിയ നാശമുണ്ടാക്കുന്നുണ്ട്. ഇറാനിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അന്തരീക്ഷത്തിൽ വിഷപ്പുക നിറയ്ക്കുകയും കറുത്ത മഴ പോലുള്ള പ്രതിഭാസങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. രാഷ്ട്രീയമായി നോക്കിയാൽ ഈ യുദ്ധം തുടങ്ങാൻ ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. പക്ഷേ ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത മുഴുവൻ ചുമക്കേണ്ടി വരുന്നത് ഈ രാജ്യങ്ങളാണ്. വികസിത രാജ്യങ്ങൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെ വില നൽകേണ്ടി വരുന്നത് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സാധാരണക്കാരാണ് എന്നതാണ് കൈപ്പേറിയ സത്യം. ചുരുക്കത്തിൽ, പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ ആഗോള സാമ്പത്തിക ക്രമം തന്നെ അവതാളത്തിലാകും. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ ഇന്ധന ഇറക്കുമതിക്കായി മറ്റു വഴികൾ തേടേണ്ടി വരും. പക്ഷേ അത് പെട്ടെന്ന് സാധ്യമായ ഒന്നല്ല. നമ്മൾ കാണുന്നത് വെറുമൊരു യുദ്ധവാർത്തയല്ല, മറിച്ച് നമ്മുടെ ജീവിത സൗകര്യങ്ങളെയും സാമ്പത്തിക ഭദ്രതയും തകർക്കുന്ന ഒരു വലിയ വിപത്തിനെയാണ്. സമാധാനം എന്നത് കേവലം ഒരു ആഗ്രഹമല്ല, മറിച്ച് ലോകത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒന്നാണെന്ന് ഈ സാഹചര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.